നമസ്കാരം. കുറച്ച് നാളായി നമ്മളെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളെ പ്രവാസി മേഖലയിലെ പല ആളുകളും എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അറൗണ്ട് ഒരു 10-20 വർഷത്തിന് ശേഷം നാട്ടിൽ താങ്കൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയപ്പോൾ എങ്ങനെ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നു? ലൈക്ക് നമുക്ക് എല്ലാ മനുഷ്യർക്കും കുടുംബത്തിലെ ചിലവുകളും സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ചിലവുകളും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ്, ഡേ ടു ഡേ എക്സ്പെൻസുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ധാരാളം സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എക്സാക്റ്റായിട്ട് നമ്മൾ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ നോക്കിക്കാണണം. നമുക്ക് എന്താണ് വരുമാനമുള്ളത്, നമ്മളത് ബഡ്ജറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വരുമാനത്തിന് നമ്മൾ ചിലവഴിക്കുന്നത്, ഇതെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് നമുക്ക് എത്രയാണ് ചിലവ് വരുന്നത് ഇതിന് കണക്ക് കൂട്ടിയിട്ട് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് നമ്മൾ നോക്കുക. നമുക്ക് ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ആത്മാർത്ഥതയോടെ നമുക്ക് അതിൽ ജോലി ചെയ്യാനുള്ള സന്തോഷം ലഭിക്കുന്നുണ്ടോ, മാത്രമല്ല അതിലൊരു പോയിൻ്റ് ചെയ്യുന്ന ജോലിയിൽ സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ടോ എന്നും നോക്കണം. സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു ജോലിയാണോ എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ എടുക്കേണ്ട തീരുമാനം, കിട്ടുന്ന വരുമാനം നമ്മൾ എത്രയാണ് നമ്മുടെ മാസ ചെലവ് നമുക്ക് വരുന്നത് അതിനനുസരിച്ച് മാറ്റി വയ്ക്കുകയും ജോലി കിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമുക്കൊരു ഫണ്ട് മാറ്റി വെച്ച് അതിൽ നിന്നൊരു നിക്ഷേപത്തിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ കിട്ടുന്നുള്ള പദ്ധതികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായിട്ട് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ വരുമാനം എങ്ങനെയാണ്, ചിലവ് എങ്ങനെയാണെന്നുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അനാവശ്യമായ ചിലവുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ആവശ്യം എത്രയാണ്, ലൈക്ക് 50,000 ആണോ 1,00,000 ആണോ നമുക്ക് കിട്ടേണ്ടത്, അത് നമുക്ക് ഏത് വർഷം തൊട്ട് നമുക്ക് കിട്ടണം എന്ന് നമ്മൾ തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തതിന് ശേഷം ആ തുക കിട്ടാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ നല്ല നിക്ഷേപങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ആൾവേസ് വിത്ത് യു, ഡി ഡി ദുർഗ. താങ്ക് യു. ബൈ.